ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് കരുതണേ. പിന്നെ എന്തായാലും നല്ല മഴയാണ് ഞങ്ങളുടെ വീടിന്റെ ഭാഗത്തുള്ളതാണ് ഇതൊക്കെ. ചെറിയ രീതിയിലിട്ടാ ഇതിലും വലിയതാണ് ഓരോരുത്തരും അനുഭവിക്കണം നമുക്കറിയാം. എല്ലാവരും അതിന് തരണം ചെയ്യാൻ കഴിയട്ടെ. മഴ ഒന്ന് ശമിക്കട്ടെ, ഇതൊക്കെ തന്നെ പറയാനുള്ളത്. അങ്ങനെ ഞങ്ങളൊന്ന് പോണത് മലപ്പുറത്തോട്ടാണ്. മലപ്പുറത്ത് ഒരു ബാങ്കിൽ ചെറിയ ആവശ്യത്തിന് പോവാണ്. എന്താ പല ഒപ്പിടുന്നത്, മൂപ്പര് വലിയ ഉദ്യോഗസ്ഥനാണ് വിചാരം. അവിടുത്തെ ഉദ്യോഗസ്ഥ മരമാതിരി ഒപ്പിടൂല. ഉപ്പിട്ടാൽ ഇയാൾക്ക് പൂജരൂല. അങ്ങനെ അവിടുത്തെ ഒപ്പിടുന്ന പൂരയൊക്കെ തീർത്തിട്ടാണ് ഞങ്ങളിങ്ങനെ മലപ്പുറത്ത് തിരിച്ചു പോരാൻ ഇനി വീട്ടിലോട്ട് പോവാൻ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു ഫ്രണ്ടിന്റെ വീട്ടിലും കൂടെ കിടക്കാന്നായിരുന്നു. അപ്പൊ അത് ഇങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഉൾപ്പെടുത്തായി എല്ലാം മറന്നതാണ്. ഞാൻ എനിക്ക് വീഡിയോ എടുക്കണ ചെറിയ ചിലപ്പോൾ മറക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ ഫുഡ് വാങ്ങാൻ കയറിയപ്പോഴാണ് ഭയങ്കര മഴ. എന്തൊരു മഴ എന്നോ. അങ്ങനെ ഇവര് വന്ന് കാറിൽ കയറി. ഇവളിപ്പോ നിൽക്കണ എന്നെ കൊണ്ടാവാതെ പോവച്ചിട്ടാണ്. പക്ഷെ എങ്ങനെ പോളെ കൊണ്ടാവാതെ പോവല്ലേ? കാര്യമുള്ള കയ്യിലല്ലേ കിടക്കണത്. ആ ഫുഡ് ഓളെ കയ്യിലുണ്ടാകുമ്പോ നമ്മളോളെ കൊണ്ടാവാതെ പോവോ? ഓളെ കൊണ്ടുപോകാൻ പറഞ്ഞാലും ആ ഫുഡ് ഉണ്ടാവൂലേ? അങ്ങനെ കഴിഞ്ഞ് വീട്ടിലോട്ട് തന്നെ തിരിച്ചു. അങ്ങനെ വയലെത്തിയപ്പോ വീണ്ടും മഴ. എന്തോ ഒരു മഴ എന്നോ, കണ്ണ് കാണാത്ത രീതിയിലുള്ള മഴയായിരുന്നു. കാരണം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ പക്ഷെ എനിക്ക് നേരിട്ട് കാണുന്നില്ല. ഒന്നാമതെന്റെ കണ്ണിന്റെ കാഴ്ച കുറവായിട്ടുണ്ടായിരിക്കാം. ഇല്ലട്ടോ, എനിക്ക് കണ്ണിന് കാഴ്ച കണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാണ്. ഞങ്ങളപ്പോൾ പറയായിരുന്നു നല്ല മഴ. ഇങ്ങനെ പോവുകയാണെങ്കിൽ നാളെ റെഡ് അലർട്ട് ആവും. പറഞ്ഞ പോലെ തന്നെ നാളെ റെഡ് അലർട്ട് അല്ലേ. ഇവർക്കും നല്ല സുഖമാണ്. സ്കൂൾ പോകുമ്പോൾ പഠിക്കാതെ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് നമ്മുടെ പട്ടിസാരെ കണ്ടത്. പട്ടിസാറാണ് എന്നെ കണ്ടോട് കൂടെ ഒരു ഒറ്റ ഓട്ട എന്നെ ഫോട്ടോ എടുക്കേണ്ടതാണ്. അപ്പൊ എനിക്കും തോന്നി ഇങ്ങനെ കാലൊക്കെ തന്ന വെള്ളത്തിൽ കൂടെ കളിച്ച് പോയത്. അങ്ങനെ ഞാൻ ഞങ്ങളുടെ കാക്കാന്റെ വീട്ടിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് മരുവാൻ കൊടുത്തപ്പോഴാണ് അവിടുത്തെ എന്താ പറയാ മീറ്റിംഗ് പിരിച്ചു വിട്ടത്. അങ്ങനെ വീട്ടിലൊന്ന് നിസ്കാരം കഴിഞ്ഞോ. ഇതിപ്പോ എഴുതായിരിക്കണ മോങ്ങളാണ് ഈ കണ്ടത്. ഓക്കൊക്കെ രണ്ടക്ഷരം എഴുതായിരുന്നിട്ടാണ് ഓളമ്മാതിരി സങ്കടം. അത് സ്കൂളില്ലാഞ്ഞിട്ട്. സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ ഓൾ എന്തേക്കാരം കാട്ടുക. പിന്നോൾ വലിയ ഡീസൻ്റായി. അത് കഴിഞ്ഞതിന് ശേഷം എന്താക്കി, ചപ്പാത്തിയാണ്. ചപ്പാത്തിയും ചിക്കൻ കറിയും. ആ ചപ്പാത്തി ആണെങ്കിൽ പിച്ചിട്ടും കിട്ടണമില്ല. അതിൻ്റെ കുറച്ച് ഇറങ്ങാറിലാണ് നിൽക്കുന്നത്. അങ്ങനെ അതെടുത്ത് കുത്തി തിന്നു. അപ്പം ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.